നമസ്കാരം. ടിബറ്റൻ ആത്മീയ നേതാവ് ദലൈലാമയ്ക്ക് ഇന്ന് 90 വയസ്സ്. ഹിമാചൽ പ്രദേശിലെ ധരംശാലയിൽ മക്ലിയോഡ്ഗഞ്ചിലാണ് ജന്മദിന ആഘോഷം നടക്കുന്നത്. ലോകത്തിൻ്റെ എല്ലാ കോണുകളിൽ നിന്നും ബുദ്ധമത വിശ്വാസികൾ ധരംശാലയിൽ എത്തും. മാക്ലിയോഡ്ഗഞ്ചിലെ തങ്ചൻ ചോലിംഗ് ബുദ്ധക്ഷേത്രത്തിൽ പിറന്നാളിൻ്റെ ഭാഗമായി പ്രത്യേക ആഘോഷങ്ങളും നടക്കും. ഇന്ന് ദലൈലാമ പൊതുജനങ്ങളെ കാണുകയും ചെയ്യും. വടക്കുകിഴക്കൻ ടിബറ്റിലെ ആൻഡോ പ്രവിശ്യയിൽ ദരിദ്ര കർഷക കുടുംബത്തിലായിരുന്നു ടെൻസിൻ ഗ്യാറ്റ്സോ ജനിച്ചത്. ലാമ തോണ്ടൂപ്പ് എന്നായിരുന്നു വീട്ടുകാർ അദ്ദേഹത്തിന് നൽകിയ പേരും. 13ാം ദലൈലാമ തൂപ്റ്റൻ ഗ്യാറ്റ്സോ അന്തരിച്ചതിനെ തുടർന്ന് പുതിയ ലാമയെ തേടി അനുയായികൾ നടത്തിയ മാസങ്ങൾ നീണ്ട യാത്രയ്ക്കൊടുവിലാണ് ലാമോ തോണ്ടൂപ്പിനെ കണ്ടെത്തിയത്. പിന്നീട് അദ്ദേഹം സന്യാസം സ്വീകരിച്ച് പേരുമാറ്റവും നടത്തി. ഡെൻസിൻ ഗ്യാറ്റ്സോ എന്ന പുതിയ പേരും അദ്ദേഹം സ്വീകരിച്ചു. പ്രാഥമിക വിദ്യാഭ്യാസവും ടിബറ്റൻ സംസ്കാരത്തിലും വൈദ്യവും ബുദ്ധ തത്വചിന്തയും അദ്ദേഹം അഭ്യസിച്ചു. 15ാമത്തെ വയസ്സിൽ ടിബറ്റിൻ്റെ താൽക്കാലിക നേതാവായി. ടിബറ്റിനെ ആക്രമിച്ച ചൈനീസ് പട്ടാളം തന്നെ അറസ്റ്റ് ചെയ്തേക്കുമെന്ന് തിരിച്ചറിഞ്ഞ ദലൈലാമ സൈനിക വേഷത്തിൽ രഹസ്യമായി ഇന്ത്യയിൽ രാഷ്ട്രീയ അഭയം തേടി. ചൈനീസ് പട്ടാളം ടിബറ്റ് പൂർണ്ണ നിയന്ത്രണത്തിലാക്കി. അന്നത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ദലൈലാമയെയും സംഘത്തെയും സ്വീകരിച്ചു. ഹിമാചൽ പ്രദേശിലെ ധർമ്മശാലയിലും കർണാടകത്തിലെ കുടകിലും ദലൈലാമയ്ക്കും സംഘത്തിനും ഭൂമി അനുവദിച്ചു കൊടുത്തു. ഇത് ചൈനയെ പ്രകോപിപ്പിച്ചു. 3 വർഷത്തിന് ശേഷം ചൈന ഇന്ത്യയെ ആക്രമിച്ചു. ഇന്ത്യയുടെ അനുമതിയോടെ ദലൈലാമയും സംഘവും മസൂറിയിൽ ടിബറ്റൻ സർക്കാർ സ്ഥാപിച്ചു. പിന്നീടത് ധർമ്മശാലയിലെ മാക്ലിയോഡ്ഗഞ്ചിലേക്ക് മാറ്റുകയും ചെയ്തു. ദലൈലാമ എല്ലാറ്റിൻ്റെയും പരമാധികാരിയായി. 90ാം വയസ്സിലും ദലൈലാമ ഇന്ത്യയിൽ തുടരുകയാണ്. ഇനിയൊരു ദലൈലാമ ഉണ്ടാകുമോ എന്നതായിരുന്നു ഇത്രകാലവും ഉയർന്നുകേട്ട ആ വലിയ ചോദ്യം. തനിക്ക് പിൻഗാമി ഉണ്ടാകുമെന്ന് ദലൈലാമ പ്രഖ്യാപിച്ചതോടെ ആ ചോദ്യത്തിനും ഉത്തരമായി.